നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. 2025 50 കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉള്ളൂർ അവാർഡ് 2025 നേടിയ മഞ്ജു വെള്ളായനിയുടെ കൃതി ഏതാണ്? ആൻസർ ജലജമന്തികളാണ്. ജലജമന്തികൾ. അപ്പോൾ ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ഉള്ളൂർ അവാർഡ്. ഇത് 2025 ലഭിച്ചത് മഞ്ജു വെള്ളായനിക്കാണ്. മഞ്ജു വെള്ളായനി ഏത് കൃതിക്കാണ്? ജലജമന്തികൾ എന്ന കൃതിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാരപ്പൻ കാലത്തിന് മുമ്പുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഹാരപ്പൻ കാലത്തിനും മുമ്പുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ. 2026 12ാമത് ബ്രിക്സ് പാർലമെന്റ് ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ്? നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ്? പാർലമെന്ററി കാര്യ മന്ത്രാലയം. അപ്പോൾ നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ്? പാർലമെന്ററി കാര്യ മന്ത്രാലയം. കാശ്മീർ താഴ്വരയെയും ജമ്മുവിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ചത് കത്ര ടു ശ്രീനഗർ. അപ്പോൾ കാശ്മീർ താഴ്വരയെയും ജമ്മുവിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ചത് കത്ര ടു ശ്രീനഗർ. 2025 ജൂണിൽ യുക്രൈൻ റഷ്യൻ വ്യോമത്താവളങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. എന്താണ്? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. 2025 ജൂണിൽ ഉക്രൈൻ റഷ്യൻ വ്യോമത്താവളങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടൽ ആയുഷ് നിവേശ് സാരഥി. ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടലാണേത്? ആയുഷ് നിവേശ് സാരഥി. അപ്പോൾ ആയുഷ് നിവേശ് സാരഥി എന്ന നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടൽ ആരംഭിച്ചത് ആയുഷ് മന്ത്രാലയമാണ്. യുദ്ധവിമാനമായ റാഫേലിന്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായി കരാറിൽ ഒപ്പുവെച്ചത് ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനും ടാറ്റ ഗ്രൂപ്പുമാണ്. ഏതൊക്കെയാണ്? ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനും ടാറ്റ ഗ്രൂപ്പും ചേർന്നാണ് യുദ്ധവിമാനമായ റഫാലിന്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുവാനായിട്ട് കരാറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ നമുക്ക് ഇത്രയും നോക്കാം. ഉള്ളൂർ സ്മാരക സമിതിയുടെ മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉള്ളൂർ അവാർഡ് 2025 നേടിയതാരാണ്? മഞ്ജു വെള്ളായനിയാണ്. ഏത് കൃതിക്കാണ്? ജലജമന്തികൾ. ഹാരപ്പൻ കാലത്തിന് മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെ? അരുണാചൽ പ്രദേശിലെ തവാങ്. 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ്? പാർലമെന്ററി കാര്യ മന്ത്രാലയം. കാശ്മീർ താഴ്വരയെയും ജമ്മുവിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കത്ര ടു ശ്രീനഗർ. 2025 ജൂണിൽ യുക്രൈൻ റഷ്യൻ വ്യോമത്താവളങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടൽ ആയുഷ് നിവേശ് സാരഥി. യുദ്ധവിമാനമായ റാഫേലിന്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായി കരാർ ഒപ്പുവെച്ചത് ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനും ടാറ്റ ഗ്രൂപ്പും ചേർന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധനുഷ്കോടി, തമിഴ്നാട്ടിലെ രാമപുരത്ത് ധനുഷ്കോടിയിലാണ്. തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ധനുഷ്കോടി, രാമപുരം, തമിഴ്നാട്. സംസ്ഥാനത്തെ അംഗൻവാടികളിൽ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുഞ്ഞൂസ് കാർഡ്. അപ്പോൾ എന്താണ് കുഞ്ഞൂസ് കാർഡ്? സംസ്ഥാനത്തെ അംഗൻവാടികളിൽ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുഞ്ഞൂസ് കാർഡ്. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാനഡ. അപ്പോൾ 2025 നടക്കുന്നത് എത്രാമത് G7 ഉച്ചകോടിയാണ്? 51ാമത് G7 ഉച്ചകോടിയാണ്. ഇതിന്റെ വേദി എവിടെയാണ്? കാനഡ. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം നോമാഡിക് എലിഫന്റ് 2025. നോമാഡിക് എലിഫന്റ് 2025 എന്നതാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് നോമാഡിക് എലിഫന്റ് 2025. ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഏതാണ്? ജനസൂ തുരങ്കം. ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഏതാണ്? ജനസൂ തുരങ്കം. വിദേശ ഭാഷകളുടെ സ്വാധീനത്തിൽ നിന്നും ഭരണ സംവിധാനത്തെ മോചിപ്പിക്കുന്നതിന് എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒരു സംഘടിത വേദി നൽകുന്നതിനായി ആരംഭിച്ച വിഭാഗം ഏതാണ്? ഭാരതീയ ഭാഷാ അനുഭവ്. എന്താണ്? ഭാരതീയ ഭാഷാ അനുഭവ്. വിദേശ ഭാഷകളുടെ സ്വാധീനത്തിൽ നിന്നും ഭരണ സംവിധാനത്തെ മോചിപ്പിക്കുന്നതിന് എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒരു സംഘടിത വേദി നൽകുന്നതിനായി ആരംഭിച്ച വിഭാഗമാണ് ഭാരതീയ ഭാഷാ അനുഭവ്. 2025 ഏപ്രിൽ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ പ്രശസ്തയായതും മുൻ പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ്? KV റാബിയ. 2025 KV റാബിയ അന്തരിച്ചത്. സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ പ്രശസ്തയായ വ്യക്തിയാണ്. മുൻ പത്മശ്രീ ജേതാവുമാണ് KV റാബിയ. ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച് ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് മധ്യപ്രദേശ്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏതു മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ്? പുനരുപയോഗ ഊർജ മന്ത്രാലയം. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ്? പുനരുപയോഗ ഊർജ മന്ത്രാലയം. 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ലേബർ പാർട്ടി. 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏതാണ്? ലേബർ പാർട്ടി. 2025 മിയാമി ഗ്രാൻഡ് പ്രീ ഫോർമുല 1 മത്സരത്തിൽ വിജയിച്ചത് ഓസ്കർ പിയസ്ട്രി ആണ്. 2025 മിയാമി ഗ്രാൻഡ് പ്രീ ഫോർമുല 1 മത്സരത്തിൽ വിജയിച്ചത് ആരാണ്? ഓസ്കർ പിയസ്ട്രി. സംസ്ഥാന സർക്കാരിന്റെ കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം നേടിയത്? സംസ്ഥാന സർക്കാരിന്റെ കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം നേടിയത് കൊല്ലമാണ്.
രണ്ടാം സ്ഥാനം തൃശ്ശൂരിനാണ്. മൂന്നാം സ്ഥാനം 2 ജില്ലകൾക്കാണ്, എറണാകുളത്തിനും വയനാടിനും. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം നേടിയ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചത് തൃശ്ശൂരിനാണ്. മൂന്നാം സ്ഥാനം 2 ജില്ലകൾക്ക് ലഭിച്ചു. ഏതൊക്കെയാണ്? എറണാകുളം ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്കും. രണ്ടാം ലോകയുദ്ധ വിജയത്തിന്റെ 80ാം വാർഷിക ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമായ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ്? ബ്രിട്ടനുമായിട്ടാണ്. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ 80ാം വാർഷിക ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമായ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ്? ബ്രിട്ടൻ. 2025 മെയ്യിൽ ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. അപ്പോൾ 2025 മെയ്യില് ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി ബ്രസീലാണ്. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് വേദി എവിടെയായിരുന്നു? ബ്രസീൽ. വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? ബ്രസീലാണ്. അപ്പോൾ ഈ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധനുഷ്കോടി, രാമപുരം, തമിഴ്നാട്. സംസ്ഥാനത്തെ അംഗൻവാടികളിൽ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? കുഞ്ഞൂസ് കാർഡ്. 2025 നടക്കുന്നത് എത്രാമത് G7 ഉച്ചകോടിയാണ്? 51ാമത് G7 ഉച്ചകോടിയാണ്. വേദി എവിടെയാണ്? കാനഡ. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? നോമാഡിക് എലിഫന്റ് 2025. ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഏത്? ജനസു തുരങ്കം. വിദേശ ഭാഷകളുടെ സ്വാധീനത്തിൽ നിന്നും ഭരണ സംവിധാനത്തെ മോചിപ്പിക്കുന്നതിന് എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒരു സംഘടിത വേദി നൽകുന്നതിനായി ആരംഭിച്ച വിഭാഗം ഏത്? ഭാരതീയ ഭാഷാ അനുഭവ്. 2025 ഏപ്രിൽ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ പ്രശസ്തയായതും മുൻ പത്മശ്രീ ജേതാവുമായ വ്യക്തി KV റാബിയ. ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ശ്രീകുമാരൻ തമ്പിക്ക്. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച് ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് മധ്യപ്രദേശ്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ്? പുനരുപയോഗ ഊർജ മന്ത്രാലയം. 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ലേബർ പാർട്ടി. 2025 മിയാമി ഗ്രാൻഡ് പ്രീ ഫോർമുല 1 മത്സരത്തിൽ വിജയിച്ചത് ഓസ്കർ പിയസ്ട്രി. സംസ്ഥാന സർക്കാരിന്റെ കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം നേടിയത് കൊല്ലം ജില്ലയാണ്. രണ്ടാം സ്ഥാനം ലഭിച്ച തൃശ്ശൂരിനാണ്. മൂന്നാം സ്ഥാനം എറണാകുളം, വയനാട്. രണ്ടാം ലോകമഹായുദ്ധ വിജയത്തിന്റെ 80ാം വാർഷിക ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമായ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ്? ബ്രിട്ടൻ. 2025 മെയ്യിൽ ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരത്തിന്റെ വേദി എവിടെയാണ്? ബ്രസീൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റാഫി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റാഫി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. ആദ്യത്തേത് മുംബൈയിലായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റാഫി മ്യൂസിയം മുഹമ്മദ് റാഫി മ്യൂസിയം എവിടെയാണ് നിലവിൽ വന്നത്? മുംബൈയിലാണ്. രണ്ടാമത്തെ എവിടെയാണ് നിലവിൽ വരുന്നത്? കോഴിക്കോടാണ്. 2025 മെയ്യിൽ കേരള വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? മനോജ് എബ്രഹാം. അപ്പോൾ ഇപ്പോഴത്തെ വിജിലൻസ് മേധാവി ആരാണ്? മനോജ് എബ്രഹാം. ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മധ്യപൂർവ്വ ദേശത്തെ ഏക രാജ്യം ഏത്? തുർക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മധ്യപൂർവ്വ ദേശത്തെ ഏക രാജ്യം ഏതാണ്? തുർക്കി. കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമാറ്റിക് വ്യാഖ്യാനം ഒരുക്കുന്ന കൃഷ്ണാഷ്ടമി എന്ന കവിത രചിച്ചത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോന്റേതാണ് കൃഷ്ണാഷ്ടമി എന്ന കവിത.
കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമാറ്റിക് വ്യാഖ്യാനം ഒരുക്കുന്ന കൃഷ്ണാഷ്ടമി എന്ന കവിത രചിച്ചത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരകൻ ആരാണ്? മുഹമ്മദ് യൂസഫ് അസർ. ആരാണ്? മുഹമ്മദ് യൂസഫ് അസർ. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരൻ ആരാണ്? മുഹമ്മദ് യൂസഫ് അസറാണ്. 2025 മെയ് 11 90-ാം വാർഷികം ആഘോഷിച്ച സി കേശവന്റെ പ്രസിദ്ധമായ പ്രസംഗം ഏതാണ്? കോഴഞ്ചേരി പ്രസംഗമാണ്. അപ്പോൾ 2025 മെയ് 11 കോഴഞ്ചേരി പ്രസംഗത്തിന്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 90-ാമത് വാർഷികമാണ്. അപ്പോൾ 2025 മെയ് 11 90-ാം വാർഷികം ആഘോഷിച്ച സി കേശവന്റെ പ്രസിദ്ധമായ പ്രസംഗം കോഴഞ്ചേരി പ്രസംഗം. അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരായിരുന്നു? സി കേശവൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ 6 ഗതിശക്തി കാർഗോ ടെർമിനലുകൾ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? അസമിലാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ 6 ഗതിശക്തി കാർഗോ ടെർമിനലുകൾ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? അസമിലാണ്. 2025 ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2025 ഫെബ്രുവരിയിൽ ആദ്യത്തെ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയുടെ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് 7-ാം തവണയും പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏത്? ഇൻഡോർ ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? ഇൻഡോർ ആണ്. എത്രാം തവണയുമാണ് പ്രഖ്യാപിച്ചത്? 7-ാമത്തെ തവണയും ഇൻഡോറിനെയാണ് ഇന്ത്യയുടെ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് പ്രഖ്യാപിച്ചത്. പൊതുജനാരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള 9ാമത് ദേശീയ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. പൊതുജനാരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള 9ാമത് ദേശീയ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഒഡീഷയിൽ. 2025 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ആര്? ചെങ്ങന്നൂർ ശ്രീകുമാർ. അപ്പോൾ 2025 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചെങ്ങന്നൂർ ശ്രീകുമാർ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങൾ ഒന്നാണ് ലോറസ് പുരസ്കാരം. ഇത് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഋഷഭ് പന്ത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങൾ ഒന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? ഋഷഭ് പന്ത്. 2025 ഫെബ്രുവരിയിൽ ഫ്രാൻസിലെ ലാ റിയൂണിയൻ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഏത്? ഗാരൻസ്. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ ഫ്രാൻസിലെ ലാ യൂണിയൻ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഗാരൻസ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്ത്. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം രചിച്ചത് ആര്? കെ പി രാമനുണ്ണി. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കെ പി രാമനുണ്ണി. രാജ്യത്തെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് ആരാണ്? രഞ്ജു രതി റാണ. രാജ്യത്തെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണ. 2025 ഏഷ്യ കപ്പ് ഹോക്കിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. അപ്പോൾ 2025 ഏഷ്യ കപ്പ് ഹോക്കി എവിടെയാണ്? ബീഹാർ. ത്രിഭുവൻ സഹകാരി സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള ബിൽ ലോകസഭ ഏത് സംസ്ഥാനത്താണ് പാസാക്കിയത്? ഗുജറാത്ത്. അപ്പോൾ ത്രിഭുവൻ സഹകാരി സർവകലാശാല സ്ഥാപിക്കുന്നതിനായിട്ട് ബില്ല് ലോകസഭ പാസാക്കിയത് ഗുജറാത്ത്. ഏത് സംസ്ഥാനത്താണ് ത്രിഭുവൻ സഹകാരി സർവകലാശാല എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഗുജറാത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ.
പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനായി നിയമിതനായത്? ശിവസുബ്രഹ്മണ്യ രാമൻ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ ആരാണ്? ശിവസുബ്രഹ്മണ്യൻ രാമൻ. ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ആന്റി സൈക്ലോണിക് കൊടുങ്കാറ്റ് രൂപപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴം. ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ആന്റി സൈക്ലോണിക് കൊടുങ്കാറ്റ് രൂപപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴം. 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു? കണ്ണാടിപ്പായ. അപ്പോൾ 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു ഏതാണ്? കണ്ണാടിപ്പായ. 2024 സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് കെ ജയകുമാറാണ്. അപ്പോൾ 2024 സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് കെ ജയകുമാറിനെ അർഹമാക്കിയ കവിതാ സമാഹാരം ഏതാണ്? പിങ്കളകേശിനി. അപ്പോൾ 2024 സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് കെ ജയകുമാറിനെ അർഹമാക്കിയ കവിതാ സമാഹാരം ഏതാണ്? പിങ്കളകേശിനി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിനുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിനുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 2024 34ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. ആർക്കാണ്? മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. ഇപ്പോൾ 2024 ലഭിച്ചത് എത്രാമത് സരസ്വതി സമ്മാനമാണ്? 34ാമത് സരസ്വതി സമ്മാനമാണ് 2024 നൽകിയത്. ആർക്കാണ് 2024 34ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത്? മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിനാണ്. 34ാമത് സരസ്വതി സമ്മാനം ലഭിച്ച മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിൻ്റെത് ഏത് കൃതിക്കാണ്? സ്വാമി നാരായണ സിദ്ധാന്തസുധ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് 34ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത്. ഏത് കൃതിയാണ്? സ്വാമി നാരായണ സിദ്ധാന്തസുധ എന്ന കൃതിക്കാണ് 34ാമത് സരസ്വതി സമ്മാനം ആർക്ക് ലഭിച്ചത്? മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിന്. അപ്പോൾ 2023 33ാമത് സരസ്വതി സമ്മാനം ആർക്കാണ് ലഭിച്ചത്? രൗദ്രസാത്വികം എന്ന കൃതിക്ക് പ്രഭാവർമ്മയ്ക്കാണ്. അപ്പോൾ 2023 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് രൗദ്രസാത്വികം എന്ന കൃതിക്ക് പ്രഭാവർമ്മയ്ക്കായിരുന്നു. മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിന് 34ാമത് സരസ്വതി സമ്മാനം 2024 നേടിക്കൊടുത്ത കൃതി ഏതാണ്? സ്വാമി നാരായണ സിദ്ധാന്തസുധ എന്ന കൃതിക്കാണ്. അപ്പോൾ ഈ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉള്ളൂർ അവാർഡ് ആർക്കാണ് 2025 ലഭിച്ചത്? മഞ്ജു വെള്ളായണി. ഏത് കൃതിക്കാണ്? ജലജമന്തികൾ. ഹാരപ്പൻ കാലത്തിന് മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലെ തവാങ്. 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ്? പാർലമെന്ററി കാര്യ മന്ത്രാലയം. കാശ്മീർ താഴ്വരയെയും ജമ്മുവിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ചത് കത്ര ടു ശ്രീനഗർ. 2025 ജൂണിൽ യുക്രൈൻ റഷ്യൻ താവളങ്ങൾ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടൽ ആയുഷ് നിവേശ് സാരഥി. യുദ്ധവിമാനമായ റാഫേലിന്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായി കരാറിൽ ഒപ്പുവെച്ചത് ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനും ടാറ്റ ഗ്രൂപ്പും കൂടിയാണ്. തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ രാമപുരത്ത് ധനുഷ്കോടിയിലാണ്. സംസ്ഥാനത്തെ അംഗൻവാടികളിൽ കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? കുഞ്ഞൂസ് കാർഡ്. 2025 നടക്കുന്നത് എത്രാമത് G7 ഉച്ചകോടിയാണ്? 51ാമത്. എവിടെയാണ്? കാനഡയാണ് വേദി. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് നോമാഡിക് എലിഫന്റ് 2025.
ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഏത്? ജനസു തുരങ്കം. വിദേശ ഭാഷകളുടെ സ്വാധീനത്തിൽ നിന്നും ഭരണ സംവിധാനത്തെ മോചിപ്പിക്കുന്നതിന് എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒരു സംഘടിത വേദി നൽകുന്നതിനായിട്ട് ആരംഭിച്ച വിഭാഗം ഭാരതീയ ഭാഷാ അനുഭവ്. 2025 ഏപ്രിൽ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തയായതും മുൻ പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ്? KV റാബിയ. ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. പ്രഥമ ഭാരതീയ വിദ്യാകൃതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതികവിദ്യ സ്വന്തമായി വികസിപ്പിച്ച ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് മധ്യപ്രദേശ്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ്? പുനരുപയോഗ ഊർജ മന്ത്രാലയം. 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ലേബർ പാർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. 2025 മിയാമി ഗ്രാൻഡ് പ്രീ ഫോർമുല 1 മത്സരത്തിൽ വിജയിച്ചത് ഓസ്കർ പിയസ്ട്രി. സംസ്ഥാന സർക്കാരിന്റെ കുടുംബശ്രീയുടെ മികച്ച ജില്ലാമിഷുള്ള പുരസ്കാരം നേടിയത് കൊല്ലം ജില്ലയാണ്. 2ാം സ്ഥാനം തൃശൂർ, 3ാം സ്ഥാനം എറണാകുളത്തിനും വയനാടിനുമാണ്. 2ാം ലോക മഹായുദ്ധ വിജയത്തിന്റെ 80ാം വാർഷിക ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമായ വ്യാപാര കരാർ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ്? ബ്രിട്ടനുമായിട്ട്. 2025 മെയ്യിൽ ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവില്. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പിന്റെ മത്സര വേദി എവിടെയാണ്? ബ്രസീൽ. ഇന്ത്യയിലെ 2ാമത്തെ മുഹമ്മദ് റാഫി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. ആദ്യം എവിടെയാ നിലവിൽ വന്നത്? ആദ്യത്തെ എവിടെയാണ്? മുംബൈയിലാണ്. 2025 മെയ്യിൽ കേരള വിജിലൻസ് ഇപ്പോഴത്തെ വിജിലൻസ് മേധാവി ആരാണ്? കേരള വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം. ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച് മധ്യപൂർവ്വദേശത്തെ ഏക രാജ്യം ഏതാണ്? തുർക്കി. കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമാറ്റിക് വ്യാഖ്യാനം ഒരുക്കുന്ന കൃഷ്ണാഷ്ടമി എന്ന കവിത രചിച്ചത് ആരാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാന റാഞ്ചിന്റെ മുഖ്യ സൂത്രധാരൻ ആരായിരുന്നു? മുഹമ്മദ് യൂസഫ് അസം. 2025 മെയ് 11 കോഴഞ്ചേരി പ്രസംഗത്തിന്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 90ാം വാർഷികമാണ്. കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാണ്? സി കേശവനാണ്. അപ്പോൾ 2025 മെയ് 11 90ാം വാർഷികം ആഘോഷിക്കുന്ന സി കേശവന്റെ പ്രസംഗമായതാണ് കോഴഞ്ചേരി പ്രസംഗം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ 6 ഗതിശക്തി കാർഗോ ടെർമിനലുകൾ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? അസം. 2025 ഫെബ്രുവരിയിൽ ആദ്യത്തെ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയുടെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി 7ാം തവണയും പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏത്? ഇൻഡോർ. പൊതുജനാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള 9ാമത് ദേശീയ ഉച്ചകോടി നടന്നത് എവിടെ? ഒഡീഷയിലാണ്. 2025 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചെങ്ങന്നൂർ ശ്രീകുമാർ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങൾ ഒന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? ഋഷഭ് പന്ത്. 2025 ഫെബ്രുവരിയിൽ ഫ്രാൻസിലെ ലാ റിയൂണിയൻ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റേത്? ഗാരൻസ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇടശ്ശേരിക്കാർ എന്ന പുസ്തകം രചിച്ചത് KP രാമനുണ്ണി. രാജ്യത്തെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി അഞ്ജു രതീറാണ്. 2025 ഏഷ്യ കപ്പ് ഹോക്കിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ത്രിഭുവൻ സഹകാരി സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള ബില്ല് ലോക്സഭ ഏത് സംസ്ഥാനത്തേക്കാണ് പാസാക്കിയത്? ഗുജറാത്ത്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനായി നിയമിതനായതാര്? ശിവസുബ്രഹ്മണ്യ രാമൻ. ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ആന്റി സൈക്ലോണിക് കൊടുങ്കാറ്റ് രൂപപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴം. 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമസൂചികാ പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു ഏതാണ്? കണ്ണാടിപ്പായ. 2024 സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് K ജയകുമാറിനെ അർഹമാക്കിയ കവിതാ സമാഹാരം ഏതാണ്? പിംഗല കേശിനി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിനുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. 2024 നൽകിയത് എത്രാമത് സരസ്വതി സമ്മാനമാണ്? 34ാമത്. അത് ആർക്കാണ് ലഭിച്ചത്? മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിനാണ്. കൃതി ഏതാണ്? സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണ്. 2023 സരസ്വതി സമ്മാനം 33ാമത് സരസ്വതി സമ്മാനം ആർക്കാണ് ലഭിച്ചത്?
പ്രഭാവർമ്മയ്ക്കാണ്. കൃതി ഏതാണ്? രൗദ്രസാത്വികം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.